ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനീഷും അതേപോലെ തന്നെ ആദില നൂറേനെ എല്ലാം തന്നെ ചിരുത്തിയിട്ട് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് വളരെ കൃത്യമായിട്ട് തന്നെ കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും കാര്യമായിട്ടിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടരാൻ വേണ്ടി തന്നെ ഭയങ്കര എഫേർട്ട് ഇടുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആദില പറയുന്ന കാര്യം ഇതാണ്, എന്തിനാണ് അനുമോൾ ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ കൂടെ നടക്കുന്നത് നിങ്ങളിതൊക്കെ ആലോചിച്ചുകൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒരിക്കലും അനുമോൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവരോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അവളുടെ ഫെയിം കണ്ടിട്ടായിരിക്കാം നിങ്ങൾ അവളുടെ ഒപ്പം നടക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവൾ വിചാരിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ അതല്ലാതെ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അനുമോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഉത്തരം കൊടുക്കുന്നില്ല. ഇപ്പോഴാണെങ്കിലും പറയുന്നത് ഇതാണ്, ഞാൻ അതിന് ഫെയിം കണ്ടിട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അനു പറയുന്നത്. ശരിയാണ്, അനുമോൾ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ അത് എന്താണെന്നുള്ള കാര്യങ്ങളും അനുമോൾ പറഞ്ഞിട്ടില്ല. എന്തായാലും അനീഷ് നല്ല എഫേർട്ട് ഇട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് ശരികളുണ്ട്, അതിനെ ഞങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്ന കാര്യങ്ങളില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ തർക്കിക്കുന്നതൊക്കെ തന്നെ. ഇപ്പം അനീഷ് തന്നെ പറയുന്ന കാര്യം ഇതാണ്, ഇപ്പം എൻ്റെ ഭാഗത്ത് ഇപ്പോൾ തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിലോ അത് വേറൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ വന്നിരുന്ന് അത് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ ഞാൻ അത്ര അധികം തന്നെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ആ ഒരു കാര്യം ഓർത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഇതുപോലെ ഒരാൾ സംസാരിച്ച് തരുവാണെങ്കിൽ ഞാൻ അത്ര അധികം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത്രയെല്ലാം തന്നെ പറഞ്ഞിട്ട് നിങ്ങളൊന്നിരുന്ന് സംസാരിക്കും എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവസാനം ആദില പറഞ്ഞിട്ട് പോകുന്നത്. കാരണം അവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അനുമോൾ ഒന്നും മിണ്ടാതെ എണീറ്റ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.